എൻ്റെ ഫസ്റ്റത്തെ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷ് ലോഡിങ് ആയിരുന്നു. അങ്ങനെ വാപ്പയോട് ഞാൻ പറഞ്ഞു UK പഠിച്ചു വന്നല്ലോ വാപ്പ, എനിക്ക് നല്ലൊരു പൊസിഷൻ തരണം എന്ന് പറഞ്ഞു. വാപ്പ പറഞ്ഞേ, ഇഫ് യു നോ, നിനക്ക് കമ്പനീൻ്റെ ടെക്നിക്കൽ നോളജ് ആണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു കം ത്രൂ ദ പ്രോസസ്സ്. ആ പ്രോസസ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു 10 വർഷം കഴിഞ്ഞിട്ടോ 15 വർഷം കഴിഞ്ഞിട്ടോ നിനക്ക് കുറേ ചാലഞ്ചസ് വരും, കമ്പനി ഗ്രോ ചെയ്യാൻ കുറേ ചാലഞ്ചസ് വരും. അപ്പോൾ ആ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലേണിങ് ഇപ്പോഴത്തെ എനിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു അക്സെപ്റ്റ് ഫ്രം ദ ബേസ് ലെവൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മാസം എൻ്റെ ഫസ്റ്റത്തെ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷ് ലോഡിങ് ആയിരുന്നു. മീൻ കയറ്റുക. എല്ലാ സ്റ്റേജിലും ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അക്കൗണ്ടൻ്റ് ആയിരുന്നു, കാഷ്യർ ആയിരുന്നു, അതേമാതിരി സെയിൽസ്മാൻ ആയിരുന്നു, ലോഡിങ്, ബ്ലൂ കോളേഴ്സ് ജോബും വൈറ്റ് കോളേഴ്സ് ജോബും കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളിത് ഗ്രോ ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന് ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഓരോ പ്രോസസ്സിലും ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാനും എൻ്റെ അനിയനും. 2, ആ ഓരോ പ്രോസസ്സിൽ വർക്ക് ചെയ്യുന്നിടത്ത് ഓരോ ഫങ്ഷൻസ്, ഓരോ കോർ ടീം മെമ്പേഴ്സിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തു. 3, ഇതിനൊരു പ്രോപ്പർ സ്ട്രക്ചർക്ക് കൊണ്ടുവന്നു, ഒരു ഹൈറാർക്കി ലെവലിൽ ആ കമ്പനി നമ്മൾ വളർത്തി. ഇറ്റ് ടുക്ക് us 8 years. അങ്ങനെ അത് ഗ്രോ ചെയ്ത് ഞാൻ ആ ഒരു ബ്രാഞ്ചിൻ്റെ ഹെഡായി.